കുറെ നാളായിട്ട് ഞാൻ കാണുന്നതാണ്. ചെറുപ്പത്തിൽ നല്ല ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കാം, ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം. പക്ഷേ പഠിത്തം കാരണം കൊണ്ടും നമ്മുടെ ജോലി തിരക്ക് കാരണം കൊണ്ടും നമ്മുടെ പാഷൻ എന്താണോ നമുക്ക് സമാധാനം തരുന്നത് അല്ലെങ്കിൽ സന്തോഷം തരുന്നത്, പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഡിമാൻഡ് കാരണം കൊണ്ട് പഠിത്തവും ജോലിയും ഫിനാൻസിന് പിന്നാലെ പോയത് കൊണ്ട് തന്നെ സെറ്റിൽമെന്റിന്റെ സമയത്ത് നമുക്ക് ഇതൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് സെറ്റിൽ ആയ സമയത്തായിരിക്കും നമുക്ക് ഒന്ന് ആലോചിക്കുന്നത് ഇതെനിക്ക് ഇഷ്ടമായിരുന്നില്ല, ഇത് ഞാൻ നന്നായി ചെയ്തായിരുന്നില്ല, നമുക്കൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കാരണം കൊണ്ട് ഈ ഒരു സംഗതിയിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത കുറെ പേരെ എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പറയണത് എന്റെ പാഷനെ ഞാനൊന്ന് ഫോളോ ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങിയ ആൾക്കാർക്ക് ഇഞ്ചുറി വരുമ്പോൾ തന്നെ ഗിവ് അപ്പ് ചെയ്യരുത്. അത് ഞങ്ങളുടെ പാഷനാണ്. കുറെ നാൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ വരും. അതിനെ ഓവർകം നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് വേറെ ലൈഫിൽ ഉണ്ടാവില്ല. ഇനി നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ സ്പോർട്സിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് സ്ട്രെസ്ഫുൾ ഇതിലോട്ട് പ്രോ ആയതിന്റെ ആലോചന വെച്ചിട്ട് നമ്മൾ ഇറങ്ങാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഒന്ന് അസസ് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാൻ പോകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. ആ ഇനിഷ്യേറ്റീവ് ഇത്രയേ ഉള്ളൂ, ദാറ്റ് ബിഫോർ യു ഗെറ്റ് ഇഞ്ചേർഡ് നിങ്ങൾ പോകണ്ടെന്നോ കളിക്കേണ്ടെന്നോ ഒന്നുമല്ല. ഇഞ്ചുറി വരാതിരിക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് രണ്ടുപേർക്കും അനലൈസ് ചെയ്തിട്ട് പോവാം.